രാഷ്ട്രീയക്കാരിൽ കോടിപതികൾ ഉണ്ടാകുന്നത് അത്ഭുതമല്ല. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെ അംഗങ്ങളുടെ കാര്യമെടുത്താൽ അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടേണ്ട. 93% എംപിമാരും കോടികളുടെ ആസ്തിയുള്ളവരാണ്. കൃത്യമായ കണക്ക് പറഞ്ഞാൽ ജയിച്ച 543 പേരിൽ 504 പേർക്കുമുണ്ട് കോടിയുടെ മുകളിൽ ആസ്തി. 2019 ലോക്സഭയിൽ കോടിപതികളുടെ എണ്ണം 475 മാത്രമായിരുന്നു. ഇക്കുറി കോടിപതികളായ എംപിമാരുടെ എണ്ണം 29 കൂടി വർദ്ധിച്ചു. പോൾ റൈറ്റ്സ് ബോഡി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ കണക്കിലാണ് ഇതെല്ലാം വ്യക്തമാകുന്നത്. 2009 അംഗങ്ങളുടെ 58% മാത്രമായിരുന്നു കോടിക്ക് മേൽ ആസ്തിയുള്ളവർ, 315 പേർ. 2014 ആയപ്പോഴേക്ക് ഇത് 82%, 443 പേരായിരുന്നു 2014 ലോക്സഭയിലെത്തിയ കോടിപതികൾ. ഇവരിൽ ഏറ്റവും സമ്പന്നൻ ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേകാനിയായിരുന്നു. ആസ്തി 7710 കോടി. 2019 രമേശ് കുമാർ ശർമ്മയ്ക്കായിരുന്നു ഈ ഖ്യാതി. സമ്പത്ത് 1108 കോടി. ഈ ലോക്സഭയിൽ ആരെല്ലാമാണ് ഈ പെരുമ സ്വന്തമാക്കുന്നതെന്ന് നോക്കാം. ഇക്കുറി ലോക്സഭയിലെത്തിയവരിൽ ഏറ്റവും സമ്പന്നരായ 3 പേർ ഇവരാണ്. TDP MP ചന്ദ്രശേഖർ പെമ്മസാനി, BJP എംപിമാരായ കോണ്ട വിശ്വേശ്വർ റെഡ്ഡി, നവീൻ ജിൻഡാൽ എന്നിവർ. ചന്ദ്രശേഖർ പെമ്മസാനി ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നാണ് ജയിച്ചത്. 5705 കോടിയാണ് പെമ്മസാനിയുടെ ആസ്തി. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ യു വേൾഡിന്റെ CEO ആണ് അദ്ദേഹം. 2020 ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ സംരംഭക പുരസ്കാരം നേടിയിട്ടുണ്ട് ചന്ദ്രശേഖർ പെമ്മസാനി. സംരംഭകനാണെങ്കിലും ഒരു ഡോക്ടറായാണ് പെമ്മസാനി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഡോക്ടർ NTR ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് MBBSഉം പെൻസിൽവാനിയ ജീസിംഗർ മെഡിക്കൽ സെന്ററിൽ നിന്ന് ഇന്റേണൽ മെഡിസിനിൽ MDയും പൂർത്തിയാക്കി. കുറച്ചുകാലം ഡോക്ടറായി പ്രാക്ടീസ് ചെയ്ത ശേഷമാണ് സംരംഭക മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചത്. 48 വയസ്സുകാരനായ ചന്ദ്രശേഖർ പെമ്മസാനിക്ക് 2 മെഴ്സിഡസ് കാറുകളും ഒരു ടെസ്ലയും ഒരു റോൾസ് റോയ്സും സ്വന്തമായുണ്ട്. തെലങ്കാനയിലെ ചെവെല്ല മണ്ഡലത്തിൽ നിന്നാണ് കൊണ്ട വിശ്വേശ്വര റെഡ്ഡി ലോക്സഭയിലെത്തിയത്. 4568 കോടിയുടെ സമ്പാദ്യമാണ് റെഡ്ഡിക്കുള്ളത്. എഞ്ചിനീയറായ അദ്ദേഹം ഒരു IT സംരംഭകനാണ്. ആദ്യമായല്ല റെഡ്ഡി ലോക്സഭയിലെത്തുന്നത്. 16ാം ലോക്സഭയിൽ ഭാരത രാഷ്ട്ര സമിതിയെ പ്രതിനിധീകരിച്ചും റെഡ്ഡി ലോക്സഭയിൽ എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വിശ്വേശ്വർ റെഡ്ഡി. BRS വിട്ടുകഴിഞ്ഞ കുറച്ചുകാലം കോൺഗ്രസുകാരനായിരുന്നു റെഡ്ഡി. പിന്നീടാണ് BJPയിൽ ചേർന്നത്. തെലങ്കാനയിലെയും അവിഭക്ത ആന്ധ്രയിലെയും പ്രമുഖമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വിശ്വേശ്വർ റെഡ്ഡിയും വരുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും ആന്ധ്രാപ്രദേശിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ കൊണ്ട വെങ്കട രംഗറെഡ്ഡിയുടെ പൗത്രനാണ് വിശ്വേശ്വര റെഡ്ഡി. കൊണ്ട വെങ്കട രംഗറെഡ്ഡിയുടെ സ്മരണാർത്ഥമാണ് ആന്ധ്രയിലെ രംഗറെഡ്ഡി ജില്ലയ്ക്ക് ആ പേര് നൽകിയത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BA പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ഉപരിപഠനം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. പിന്നീട് ന്യൂജേഴ്സിയിലെ എസെക്സ് കൗണ്ടി കോളേജിൽ അധ്യാപകനായി. അതിനുശേഷമാണ് സംരംഭകത്വത്തിലേക്ക് ഇറങ്ങിയത്. സിറ്റാഡൽ റിസർച്ച് ആൻഡ് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടു. പിന്നീട് ജനറൽ ഇലക്ട്രിക്കിന്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമായി. GE എംസിറ്റ് എന്ന കമ്പനിയുടെ MDയും പിന്നീട് വിപ്ലോ HCITയുടെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി. ഇതിനെല്ലാം ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ട വിശ്വേശ്വർ റെഡ്ഡി ഇറങ്ങിയത്. തെലങ്കാന സംസ്ഥാനത്തിനായുള്ള സമരനായകൻ, BRSന്റെ സ്ഥാപകൻ K ചന്ദ്രശേഖർ റാവുവിന്റെ ക്ഷണപ്രകാരമായിരുന്നു രാഷ്ട്രീയ പ്രവേശം. എന്നാൽ പിന്നീട് റാവുമായി തെറ്റി കോൺഗ്രസിലും BJPയിലും എത്താനായിരുന്നു റെഡ്ഡിയുടെ രാഷ്ട്രീയ വിധി. അപ്പോളോ ആശുപത്രി ശൃംഖലയുടെ മാനേജിംഗ് ഡയറക്ടർ സംഗീത റെഡ്ഡിയാണ് വിശ്വേശ്വർ റെഡ്ഡിയുടെ ജീവിത പങ്കാളി. ലോക്സഭയിലെ കോടീശ്വരന്മാരിൽ 3ാം സ്ഥാനത്തുള്ളത് നവീൻ ജിൻഡാലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സുപരിചിതനാണ് നവീൻ ജിൻഡാൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്താണ് കോൺഗ്രസ് വിട്ട് നവീൻ BJPയിൽ ചേർന്നത്. BJPയിൽ ചേർന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുകയായിരുന്നു നവീൻ ജിൻഡാൽ. ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നാണ് നവീൻ ജിൻഡാൽ ലോക്സഭയിൽ എത്തുന്നത്. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിന്റെ ചെയർമാനായ നവീന്റെ സ്വത്ത് 1241 കോടി രൂപയാണ്. അമ്മ സാവിത്രി ജിൻഡാൽ OP ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണാണ്. $35.5 ബില്യൺ സ്വത്തിന് അവകാശിയായ സാവിത്രി ജിൻഡാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വനിതയുമാണ്. ആം ആദ്മി പാർട്ടിയിലെ സുശീൽ ഗുപ്തയെയാണ് നവീൻ ജിൻഡാൽ തോൽപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് എന്ന ആശയമാണ് തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തിച്ചതെന്നാണ് പാർട്ടി മാറ്റത്തെ നവീൻ ജിൻഡാൽ വിശേഷിപ്പിച്ചത്.
2 ദശാബ്ദ കാലത്തോളമാണ് നവീൻ കോൺഗ്രസിനൊപ്പം ജീവിച്ചത്. 2004 കോൺഗ്രസ് ടിക്കറ്റിൽ കുരുക്ഷേത്രയിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അംഗത്തിന് തുടക്കം കുറിച്ചത്. 2009 ജിൻഡാൽ ഇവിടെ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ അനായാസം ജയിച്ചു കയറി. 2014 മോദി തരംഗത്തിൽ BJPയിലെ രാജ്കുമാർ സൈനിയോട് തോറ്റു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചതും ജയിച്ച് ലോക്സഭയിലെത്തുന്നത്. ദിവസം മുഴുവൻ ദേശീയ പതാക ഉയർത്താൻ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവകാശം വേണമെന്ന് നിയമ പോരാട്ടം നയിച്ചയാൾ കൂടിയാണ് നവീൻ ജിൻഡാൽ. ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെയാണ് നവീൻ ജിൻഡാലിന്റെ ഈ നിയമ പോരാട്ടം നീണ്ടത്. സംരംഭകരായും വ്യവസായ പ്രമുഖരായും എല്ലാം സ്വന്തം അസ്തിത്വം ഉറപ്പിച്ച് രാഷ്ട്രീയത്തിലെത്തി രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവരാണിവർ. സമ്പത്തിന്റെ മഹാഗോപുരങ്ങളിൽ നിൽക്കുമ്പോഴും ഇവർ നടത്തുന്ന ജനസേവനം എന്നും വാർത്താ തലക്കെട്ടുകളിൽ നിറയാറുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സഭയിലെ 3 വമ്പന്മാരെ കുറിച്ചാണ്. ഇവർ മാത്രമല്ല, വേറെയുമുണ്ട് കോടീശ്വരന്മാർ സഭയിൽ. BJPയുടെ 240 എംപിമാരിൽ 227 പേർക്കുമുണ്ട് 1 കോടിയിലധികം ആസ്തി. അതായത് 95% BJP എംപിമാരും കോടീശ്വരന്മാർ തന്നെ. തീർന്നില്ല, ശശി തരൂർ അടക്കം കോൺഗ്രസുകാരിലും 95% എംപിമാർക്കുമുണ്ട് കോടികൾ. ജയിച്ച 99 പേരിൽ 92 പേരും കോടീശ്വരന്മാരാണ്. DMK ആണ് മറ്റൊരു കോടീശ്വര പാർട്ടി. 93% DMK എംപിമാർ, അതായത് 22 പേരിൽ 21 പേരും കോടിയുടെ ആസ്തിയുള്ളവരാണ്. തൃണമൂൽ കോൺഗ്രസിലെ 29-ൽ 27ഉം സമാജ്വാദി പാർട്ടിയിലെ 37-ൽ 34 പേരും കോടീശ്വരന്മാർ തന്നെ. ജയിച്ച എല്ലാവരും കോടീശ്വരന്മാരായ പാർട്ടികളുമുണ്ട്. AAPയിലെ 3 പേരും JDUവിലെ 12 പേരും TDPയിലെ 16 പേരുമാണത്. ഇത് സമ്പന്നരുടെ കണക്കാണെങ്കിൽ മറ്റൊരു അമ്പരപ്പിക്കുന്ന കാര്യം, ജയിച്ച് ലോക്സഭയിലെത്തുന്ന 1% പേർക്ക് മാത്രമാണ് വലിയ സമ്പത്തൊന്നും ഇല്ലാത്തത്. ഇവരെല്ലാം 20 ലക്ഷത്തിൽ താഴെ മാത്രം ആസ്തിയുള്ളവരാണ്. ബംഗാളിലെ പുരുലിയിൽ നിന്ന് ജയിച്ച BJPയുടെ ജ്യോതിർമയി സിംഗ് മഹ്തോയ്ക്കുള്ളത് 5 ലക്ഷം രൂപയുടെ ആസ്തി മാത്രമാണ്. ബംഗാളിലെ തന്നെ അരംബാഗിൽ നിന്ന് ജയിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ മിത്താലി ബാഗിന് 7 ലക്ഷം രൂപയാണ് ആസ്തിയുള്ളത്. ഉത്തർപ്രദേശിലെ മച്ചി ഷഹറിൽ നിന്ന് ലോക്സഭയിലെത്തിയ സമാജ്വാദി അംഗം പ്രിയ സരോജിന് 11 ലക്ഷം രൂപയാണ് ആസ്തിയായുള്ളത്. ബാധ്യതകളുടെ കണക്കെടുത്താൽ കോടീശ്വര എംപിമാരിൽ പ്രമുഖനായ ചന്ദ്രശേഖർ പെമ്മസാനി തന്നെയാണ് മുന്നിൽ. പെമ്മസാനിയുടെ ബാധ്യത 1038 കോടിയാണ്. 2ാം സ്ഥാനത്ത് തമിഴ്നാട്ടിലെ ആരക്കോണത്ത് നിന്ന് ലോക്സഭയിലെത്തിയ DMK MP ജഗ്രത്ര ചകനാണ്, 649 കോടി. ആന്ധ്രയിലെ നെല്ലൂരിൽ നിന്ന് ജയിച്ചു വന്ന തെലുഗുദേശം പാർട്ടിയിലെ പ്രഭാകർ റെഡ്ഡി വെമ്മിറെഡ്ഡിക്ക് 197 കോടിയുടെ ബാധ്യതയുമുണ്ട്.